ആ വസ്തുതാവിരുദ്ധ വാർത്ത മറ്റുള്ളവരും ആവർത്തിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ആ വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ്, വസ്തുതാവിരുദ്ധമാണ്. അപ്പം അത്തരം വാർത്തകൾ ഒരന്വേഷണവുമില്ലാതെ കൊടുക്കുന്നത് അങ്ങേയറ്റത്തെ അന്യായമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷമാണ്, ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ വരും എന്നുള്ളത് അറിയാം. അപ്പോൾ ഇതൊന്നും നിഷ്കളങ്കമായിട്ട് കൊടുക്കുന്നതല്ലല്ലോ, നിരുപദ്രവകരമായിട്ടും കൊടുക്കുന്നതല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷം ഇനിയും ഇത്തരത്തിലുള്ള പലതും പ്രതീക്ഷിക്കേണ്ടി വരും. എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു ഇതെന്നാണ് താങ്കൾ? അത് വാർത്ത കൊടുത്തവരല്ലേ പറയേണ്ടത്. വാർത്ത കൊടുത്തവരല്ലേ. അതാ പറഞ്ഞത്, തെറ്റായൊരു കാര്യം പറയാം. ഞാൻ മുഖ്യമന്ത്രിയെ കണ്ട് പരാതിപ്പെട്ടു എന്ന് തെറ്റായിട്ടുള്ള വാർത്തയാണ് വന്നത്. തീർത്തും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. അവിടെ ഒരു പ്രശ്നമുണ്ട്. ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ടിയിരുന്ന മഴക്കാല തയ്യാറെടുപ്പുകൾ സംബന്ധിച്ച യോഗത്തിൽ, ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കാൻ അദ്ദേഹത്തിന് കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ റവന്യൂ മന്ത്രിക്കൊപ്പം ഞാൻ പങ്കെടുക്കുകയായിരുന്നു. ആ യോഗം തീർന്ന് വളരെ വൈകിയാണ്. പക്ഷെ അതിനുശേഷം അത് ആ യോഗം അല്ല, നിങ്ങൾ ഒരു കാര്യം പറയാനുള്ളൂ, ഇത്തരത്തിലുള്ള തെറ്റായ വാർത്ത ഓരോ ദിവസവും പാകം ചെയ്തെടുത്തിട്ട് അതുകൊണ്ട് ഈ രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന രീതി നിങ്ങൾ തുടരും. ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്താനൊന്നും പോകുന്നില്ല. അതിന്റെ ഭാഗമാണിത്. മിനിസ്റ്റർ അന്ന് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഞാൻ യോഗത്തിൽ പങ്കെടുക്കാന്ന് പറഞ്ഞു. മലയാളത്തിൽ യോഗം 3 മണിക്കായിരുന്നു. 5 മണിക്ക് ആ യോഗം കഴിഞ്ഞു. അതിനുശേഷമാണ് ഇത് ഇങ്ങനെയാണ് നിങ്ങൾ വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്നത്. 5 മണിക്ക് ആ യോഗം കഴിഞ്ഞു നിങ്ങളോട് ആരാ പറഞ്ഞത്? ഞങ്ങൾക്കറിയാം. എങ്ങനെ അറിയാം? നിങ്ങളെല്ലാം അറിയുന്നവരാണോ? എല്ലാം അറിയുന്നവരോ? ഞാൻ പറയുന്നത് കേൾക്കും. നിങ്ങളെല്ലാം ഇങ്ങനെയാണ് നിങ്ങൾ തെറ്റായ വാർത്ത കൊടുക്കുന്നത്. 5 മണിക്ക് ആ യോഗം തീർന്നില്ലല്ലോ, 6 മണിവരെ യോഗം നീണ്ടുപോയില്ലേ? ആ യോഗത്തിൽ പങ്കെടുത്ത ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ, അദ്ദേഹം അല്പം നേരത്തെ പോവുകയാണ് ചെയ്തത്. ഇത് റവന്യൂ വകുപ്പും തദ്ദേശ വകുപ്പും പ്രധാനമായിട്ടും നടപടി സ്വീകരിക്കേണ്ട ഒന്നായതുകൊണ്ട് ഞാൻ ആ യോഗത്തിലുണ്ടായിരുന്നു. സർക്കാരിന്റെ പ്രധാനപ്പെട്ട നിങ്ങളുടെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല. സർക്കാരിന്റെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ ഒന്നായ ഒരു പദ്ധതി താങ്കൾ പങ്കെടുക്കണമല്ലോ. തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി പിന്മാറിയത് തദ്ദേശ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിമാർ തമ്മിലെ വടംവലിയെ തുടർന്നാണ് എന്നും ഇതിലുള്ള അതൃപ്തി, ഈ പദ്ധതിയെ ഹൈജാക്ക് ചെയ്യാൻ പൊതുമരാമത്ത് വകുപ്പ് ശ്രമിക്കുന്നു എന്നുള്ളതിലെ അതൃപ്തി എം പി രാജേഷ് നേരിട്ട് മുഖ്യമന്ത്രിയെ അറിയിച്ചു എന്നൊക്കെയായിരുന്നു വാർത്തകൾ വന്നത്. ആ വാർത്ത പൂർണ്ണമായി തള്ളുകയാണ് എം പി രാജേഷ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കുന്ന വ്യാജ പ്രചാരണം തീർത്തും അടിസ്ഥാനരഹിതമായ വാർത്ത എന്നാണ് അതിനെ എം പി രാജേഷ് വിശേഷിപ്പിക്കുന്നത്.